അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ശീതയുദ്ധം വീണ്ടും പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെ മുഴുവനും മുൾമുനയിൽ നിർത്തുന്ന പ്രസ്താവനയുമായി കിം ജോങ് ഉൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്ത് സമ്മർദ്ദമുണ്ടായാലും തങ്ങളുടെ ആയുധശേഷി ഉപേക്ഷിക്കലെന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം. ഇതിനായി കിം ജോങ് ഉൻ ഉയർത്തിക്കാട്ടുന്നത് ഇറാൻ അമേരിക്ക സംഘർഷങ്ങളെയാണ്. ലോക ചരിത്രത്തിൽ നിന്ന് തങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇറാന്റെ അനുഭവമാണെന്ന് അദ്ദേഹം തുറന്നു കടിക്കുന്നു. അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഒരിക്കൽ തോന്നിപ്പിച്ച ഉത്തര കൊറിയ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത നിലപാടിലേക്ക് മാറിയതെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളും കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതും ഉത്തര കൊറിയയെ ഭയപ്പെടുത്തുന്നുണ്ട്. ആയുധങ്ങൾ ഉപേക്ഷിച്ചാൽ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാകുമെന്ന് ലിബിയയും ഇറാഖിലെയും ഭരണാധികാരികൾക്ക് സംഭവിച്ച ഗതി തങ്ങൾക്കും വരുമെന്ന് കിം ജോങ് ഉൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഉത്തര കൊറിയയുടെ ആണവായുധ മോഹങ്ങൾക്ക് പതിറ്റാണ്ടുകളെ പഴക്കമുണ്ട്. ലോകത്തിന്റെ ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ചാണ് അവർ ഈ നിലയിലേക്ക് വളർന്നത്. റൊണാൾഡോ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കിം ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ആ ചർച്ചകൾ പാതിവഴിയിൽ നിലച്ചുപോയി. ഉപരോധങ്ങൾ നീക്കാതെ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് ഉത്തര കൊറിയയും ആയുധങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാതെ ഉപരോധം മാറ്റില്ലെന്ന് അമേരിക്കയും വാശി പിടിച്ചതോടെ നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി. ഇതിനിടയിലാണ് ഇറാഖിലെയും ഇറാനിലെയും അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ഉത്തര കൊറിയൻ ഭരണകൂടം സസൂക്ഷ്മമായി നിരീക്ഷിച്ചത്. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പായിരുന്നു. എത്ര വലിയ കരാറുകൾ പിട്ടാലും അമേരിക്ക തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സമയത്ത് അതിൽ നിന്ന് പിന്മാറുമെന്നും തങ്ങളുടെ പരമാധികാരത്തിനും അത് ഭീഷണിയാകുമെന്നും കിം ജോങ് ഉൻ കണക്ക് കൂട്ടുന്നു. ഉത്തര കൊറിയയുടെ സൈനിക പരേഡുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഭീകരമായ മിസൈലുകൾ വെറും പ്രദർശന വസ്തുക്കളല്ല, മറിച്ച് അമേരിക്കൻ ഭൂഖണ്ഡം വരെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളവയാണെന്ന് അവർ അവകാശപ്പെടുന്നു. ആയുധം ഉപേക്ഷിച്ച് ഒരു വിട്ടുവീഴ്ചക്കും താനില്ലെന്ന് കിം ജോങ് ഉൻ ആവർത്തിക്കുമ്പോൾ അത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഏഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും കിം ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉത്തര കൊറിയൻ ജനതയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിലും സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അവിടുത്തെ ഭരണകൂടം തയ്യാറല്ല. ഇറാൻ അനുഭവം തങ്ങൾക്ക് വലിയൊരു പാഠമാണെന്ന് കിം പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത്, പ്രതിരോധശേഷി ഇല്ലാത്ത രാജ്യം ഏതു നിമിഷവും തകർക്കപ്പെടാം. സമാധാന ചർച്ചകളേക്കാൾ ഉപരി സ്വന്തം കരുത്തിൽ വിശ്വസിക്കാനാണ് ഉത്തര കൊറിയ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഇന്ന് ലോകം മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണോ നിൽക്കുമെന്ന് പലരും ഭയപ്പെടുത്തുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നത് അമേരിക്കയെ പ്രകോപിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഏത് നിമിഷവും പ്രയോഗിക്കാൻ സജ്ജമാണെന്ന് കിമ്മിന്റെ പ്രഖ്യാപനം വെറുമൊരു വാക്കല്ലെന്ന് അമേരിക്കയ്ക്കും അറിയാം. ഇറാനിലെ ജനറൽ ഖാസിം സുലൈമാനി വധവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഭീഷണികളും ഉത്തര കൊറിയയെ കൂടുതൽ ജാഗരൂകരമാക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടുന്നത് ആത്മഹത്യപരമാണെന്ന് കിം ജോങ് ഉന്നിന്റെ ഉപദേശകർ കരുതുന്നു. ആയുധങ്ങൾ കയ്യിലുള്ള കാലത്തോളം മാത്രമേ ലോകരാജ്യങ്ങളെ തങ്ങളെ ബഹുമാനിക്കൂ എന്നും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയാൽ തങ്ങളുടെ രാജ്യം മറ്റൊരു യുദ്ധക്കളമായി മാറുമെന്നും അവർ ഭയപ്പെടുന്നു. അമേരിക്കൻ തിരഞ്ഞെടുപ്പും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിമറിയുമ്പോൾ ഉത്തര കൊറിയയുടെ നിലപാടുകൾ വലിയ പ്രാധാന്യമുണ്ട്. ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന കിം ജോങ് ഉന്നിന്റെ വാശി വെറുമൊരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമായിട്ടാണ് അവർ കാണുന്നത്. ഇറാന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഉത്തര കൊറിയയിൽ ആവർത്തിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇത് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണെങ്കിലും തങ്ങളുടെ സുരക്ഷയാണ് തങ്ങൾക്ക് വലുതെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ എങ്ങനെ ഇടപെടുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഒത്തുതീർപ്പുകൾക്ക് ചർച്ചകൾക്കും അപ്പുറം യുദ്ധസജ്ജമായി നിൽക്കുന്ന ഒരു രാജ്യത്തെ നേരിടുക എന്നത് ലോകശക്തികൾക്ക് വലിയൊരു തലവേദന തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.